നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ കൂട്ടുകാരാരെങ്കിലും ചെയ്യുന്ന പണിയാ മുത്തശ്ശിയായ ഞാൻ ചെയ്യുന്നു. അതിന് നമ്മള് കൂട്ടുകാരാണല്ലോ. എങ്ങനെയെങ്കിലും അവളെ എനിക്കൊന്ന് കെട്ടിച്ചതാ. പിന്നെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല. പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടി പറഞ്ഞതല്ലേ. ആ, എന്റെ മനസ്സിലും കൊണ്ടു. നമ്മുടെ അവസ്ഥ അറിഞ്ഞ ആരോ എഴുതി വെച്ച പോലെ. ഹലോ ചേച്ചി, ഷൂട്ടിംഗ് കഴിഞ്ഞോ? ആ, പാക്കപ്പായി. എന്താ? ആ, ചേച്ചി കണിമംഗലത്തേക്ക് വന്നാ മതി. അല്ല, അതെന്തിനാ? കാര്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല. അല്ല, ഞാനങ്ങനെ വന്നാ മറ്റുള്ളവരെ കാണില്ലേ? അത് നിനക്ക് പ്രശ്നമാവില്ലേ? ഒരു കുഴപ്പമില്ല. ഞാനിവിടെ അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ധൈര്യമായിട്ടെങ്കിൽ പോര്. എടേ, ഞാൻ അമ്മയോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. അല്ല, എന്നിട്ടിനി കണിമംഗലത്തേക്ക് വരാന്ന് പറഞ്ഞ? എനിക്കതൊന്നും കേക്കണ്ട. ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്ന്. ആ, പ്രിയേ. ഹലോ ഹലോ, എന്താടോ? പ്രിയനോട് കണിമംഗലത്തേക്ക് ചെല്ലാൻ. നല്ല കാര്യമല്ലേ. ഞാൻ ഒന്ന് വണ്ടി കയറാം, നമുക്ക് പോവാം. അല്ലാതെ ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? വിളിച്ചത് തന്റെ അനിയത്തിയല്ലേ. അപ്പോ തന്നെ കൊണ്ടുപോയി കണിമംഗലത്ത് നിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വം. താവാ, വണ്ടി കയറും. എനിക്കൊന്നും കേൾക്കണ്ട. താൻ എന്റെ കൂടെ വരുന്നു. നമ്മൾ കണിമംഗലത്തേക്ക് ചെന്നിറങ്ങുന്നു. കേറങ്ങോട്ട് വാ. വേനൽ മഴ കിട്ടുന്ന പോലെ വല്ലപ്പോഴും ഒരു സന്തോഷം മനുഷ്യന് കിട്ടുന്നത്. അതിനിടയിൽ എതിര് പറഞ്ഞോണ്ടല്ലോ. എന്ത്? എന്നാ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓ, മുത്തശ്ശി, ഷൂട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു മുത്തശ്ശി. അതെ, മുത്തശ്ശി കണിമംഗലത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ സിനിമാക്കാര് കുറച്ച് ബലം പിടിച്ചു കേട്ടോ. ആണോ മോളെ? അതൊന്നും അല്ല മുത്തശ്ശി. എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ശരിയല്ലാന്ന് തോന്നിട്ടാ. ആര് പറഞ്ഞു ശരിയല്ലെന്ന്? മോൾ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എനിക്കും. ഈ കുടുംബത്തിലെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷേ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം അറിയണമെങ്കിൽ രാധിക മോൾ ഇവിടെ വന്ന് കയറണം. അതെ അതെ, ഇയാൾ എവിടെ ചെന്നാലും നല്ല പേരല്ലേ. അവിടെ ചെന്ന് എന്താ കാണിച്ചു കൂട്ടുന്നത്? സംവിധാനം ഹീറോ ഒക്കെ ഞെട്ടിയിരിക്കല്ലേ മുത്തശ്ശി. അവര് പറഞ്ഞു തരുന്ന പോലെ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അത് വിനയം. ഓ, ചേച്ചി, ചേച്ചി, രാധിക മോളെ വിളിച്ചോട്ടേന്ന് ചോദിച്ച് പ്രിയങ്ക മോളെ എന്നോടും പരമേശ്വരനോടും സംസാരിച്ചപ്പോ എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കൂടപ്പിറപ്പുകൾക്കിടയില് സ്നേഹം പൊട്ടിമുളച്ചാല് അതിനൊന്നും പറയാനുണ്ടാവില്ല. ചേച്ചി ചേച്ചി വന്നേ, ഒരുപാട് പറയാനുണ്ട് എനിക്ക്. വാ.
ഇവിടെ ഇപ്പോഴും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിനാ ഞാൻ അയ്യോ, രാധികയ്ക്ക് ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ലേ? ആ ഇന്നത്തെ കഴിഞ്ഞു. അല്ല, സാധാരണ നടിമാർക്കൊക്കെ അവര് താമസ സ്ഥലം ഒരുക്കി തരുമല്ലോ, 5 സ്റ്റാർ ഹോട്ടലൊക്കെ. ആ, ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. വീട്ടിൽ നിന്ന് പോയി വരാവുന്നതല്ലേ ഉള്ളൂ. ഓ, എന്നാലും രാധികയെ സമ്മതിക്കണം. ഈ സിനിമയുടെ തിരക്കിനിടയിലും അനിയത്തെ കാണാൻ ഓടി ഓടി വരുന്നുണ്ടല്ലോ. അങ്ങനെയാണ് സ്നേഹമുള്ളവര് തമ്മിൽ. കണ്ടു പഠിക്കും. ശരി മുത്തശ്ശി, കണ്ടു പഠിക്കേണ്ടത് കണ്ടു പഠിക്കുകയും ചെയ്യാം, കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കുകയും ചെയ്യാം. വാ ചെറിയമ്മേ. മുത്തശ്ശി, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആർക്കറിയാം? ഇവളുടെയൊക്കെ സംസാരം കേട്ട് അതിന്റെ പിറകെ നടക്കാൻ തുടങ്ങിയാലേ അതിനെ നേരം ഉണ്ടാവും. മക്കളകത്തേക്ക് ചെല്ലും. ആ, 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 ശരി മുത്തശ്ശി. വാ ചേച്ചി. എങ്ങനെയുണ്ട് ഓൾഡ് ജനറേഷൻ ബുദ്ധി? രാജതന്ത്രമല്ലേ, എന്നെ കൊണ്ട് ഒപ്പം പിടിക്കാൻ പറ്റുമോ? എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിന്? ഞാൻ കാണണമെന്ന് വിചാരിക്കുമ്പോ തന്നെ അയാളിവിടെ എത്തിക്കുന്നതിന്. നിന്റെ കൂട്ടുകാരാരെങ്കിലും ചെയ്യുന്ന പണിയാ മുത്തശ്ശിയായ ഞാൻ ചെയ്യുന്നു. അതിന് നമ്മള് കൂട്ടുകാരാണല്ലോ. എങ്ങനെയെങ്കിലും അവളെ എനിക്കൊന്ന് കെട്ടിച്ചതാ. പിന്നെ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല. എടാ, അവളിപ്പോ എന്തിനാ ചേച്ചിയെ വിളിച്ചു വരുത്തിയതെന്ന് ചെറിയമ്മയ്ക്ക് മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? നാളെ അവൾക്കുള്ള മത്സരം പാചക. അവൾക്കതറിയില്ല. അവൾക്ക് പകരം അത് ചെയ്യാൻ വേണ്ടിയാ രാധികയെ വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ എനിക്ക് മത്സരം ജയിച്ചേ പറ്റൂ. അതിന് അടുക്കളയിലേക്ക് രാധിക കയറാൻ പാടില്ല. നീ തീരുമാനം എന്താണെന്ന് പറഞ്ഞാ മതി, ഞാൻ കൂടെ നിൽക്കാം. നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. ഒന്നുകിൽ രാധിക അടുക്കളയിൽ കയറാൻ പാടില്ല, അഥവാ കയറിയാൽ എന്നോടുള്ള മത്സരത്തിൽ പ്രിയങ്ക ജയിച്ചത് രാധിക കാരണമാണെന്ന് ഇവിടെ എല്ലാവരും അറിയണം. പിന്നെ ഇവിടെ അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാലോ. കൽപ്പനയോടെ അവള് മത്സരിക്കാൻ വരുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.